ചിരിച്ചെന്തിനാ അറിയാവാ? നമ്മുടെ ദുരന്തമില്ലേ, അവൻ രാവിലെ വണ്ടിയിൽ നിന്ന് പിടച്ച് ഞെട്ടിയതാ. എന്റെ വണ്ടി ആയിരുന്നു. നമ്മുടെ ബൈപ്പാസ് വെച്ച്. നമുക്ക് അവനെ കാണാൻ പോണ്ടേ? എടാ ഇങ്ങനെ പോയാലും 1000 രൂപ എടുത്താത്തില്ലടാ. ഞാനൊരു കാര്യം പറയട്ടെ. എന്താടാ കിട്ടാ പറ. 1200 എനിക്കറിയാം. എനിക്കൊരു ഷൂ എടുക്കായിരുന്നു. നടക്കട്ടെ. നീ എന്താ അപ്പൊ അവനെ കാണാൻ പോകുന്നില്ലേ? അവനെ ഇപ്പോഴൊന്നും എണിക്കത്തൊന്നുമില്ല. പിന്നെ അങ്ങനെ കാണാം. വേറെ പണിയൊന്നുമില്ല. ആ ശരി. എന്റെ വണ്ടി കൊണ്ട് നശിപ്പിച്ചല്ലേടാ ഇപ്പൊ എവിടെ ഉണ്ടത്? നിന്റെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് ഓർമ്മ തന്നെ എന്താണെന്നറിയാം. പണ്ട് ഇതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനെ ഈ കയ്യെ കുടിഞ്ഞ് ഇങ്ങനെ കിടന്നതാണ്. പിന്നെ അവന്റെ കയ്യൊക്കെ പഴുത്ത് അതിൽ നിന്ന് മറ്റേ പുഴുവില്ലേ, പുഴുവൊക്കെ വന്നു ഭയങ്കര മണമായിരുന്നു. അവസാനം പാവം എന്തു പറ്റാനാ, ചത്തുപോയി. നിനക്ക് അവസ്ഥ വരാതിരിക്കട്ടാ, പ്രാർത്ഥിക്കാൻ ഞാൻ കേട്ടാ. ഇതൊക്കെ എന്റെ ഒരു കൂട്ടുകാരി അവരെ ബൈക്കിൽ നിന്ന് തല പൊട്ടിയിട്ട് പിന്നെ അവൻ കീഴ് മാറിയപ്പോ അവിടെ എങ്ങനെ നടപ്പുണ്ട്. കളിയാ, നീ പോയ വഴിക്ക് വേറെ വണ്ടിയൊന്നും ബാക്കിലില്ലായിരുന്നല്ലോ, അതിന്റെ ഭാഗ്യം. ഓ അതുവെല്ലാം കേറി തലച്ചോറൊക്കെ പുറത്ത് വന്ന് എന്റെ പൊന്നളിയാ, നീ വേറൊരു അവസ്ഥയായനെ. നിന്നെ പോലെ കാണാൻ പോലും കിട്ടത്തില്ല. അബു വന്നില്ലടാ? ഇല്ലടാ. നന്നായി, അവന്റെ കൂടെ കേൾക്കാനായിട്ട് വയ്യ. ഇറങ്ങിപ്പോടാ നാറികളെ. പോലെ അത്യാവശ്യം വീട്ടിൽ പോകണം. എന്തിനാ മഞ്ജു വിളിക്കാണോ? എനിക്ക് കോമഡി ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ട്രാഫിക് ബ്ലോക്ക് ഉള്ളപ്പോ നീ വണ്ടി കുത്തി കയറ്റാൻ നോക്കരുത്. അതെ ശരിയെന്നെ, പോകുന്നു അത്യാവശ്യം. എടാ എന്തേ കാണിക്കുന്ന, ഒന്ന് പെട്ടെന്ന് വാടാ. പെട്ടെന്ന് ആശ്വാസമായി. പോയടാ, ബ്ലോക്കും പോയി, സിഗ്നല് ഓണായി. അബുവേ, അബുവേ, എന്താടാ? എടാ മോട്ടർ ഇട്ടേ വെള്ളം വന്നില്ല, കറണ്ടില്ല. അബുവേ ടിഷ്യൂ ഉണ്ടാ? ടിഷ്യൂ ഒന്നുമില്ല, മലരം എടുക്കട്ടാ. ആ എന്തെങ്കിലും കോപ്പി എടുക്ക്. ഇത് വെച്ചാ ഹലോ. ഒന്നുമില്ലടാ. എന്താ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. വീട്ടിലെ പ്രശ്നമാണ്. കുറച്ച് സാമ്പത്തിക പ്രശ്നം. വീട്ടുകാർക്ക് എന്നെ എഞ്ചിനീയർ ആക്കണമെന്നാ കാര്യം, പക്ഷെ അത് നടന്നില്ല. നിന്റെ വീട്ടുകാരെ തെറ്റണ്ടെന്നറിയാം. ഇങ്ങോട്ട് നോക്ക്. എന്താ പറയാ, എന്താ നിന്നെപ്പോലുള്ള ഒരുത്തരെ പിടിച്ച് എഞ്ചിനീയർ ആക്കാൻ അവരാഗ്രഹിച്ചു. 2, നീ വരുന്നതിനെ മുമ്പ് അവർ എഞ്ചിനീയർ ആക്കണമെന്ന് അവരാഗ്രഹിച്ചു. ഇത് രണ്ടുമാണ് നിന്റെ വീട്ടുകാരെ ചെയ്ത തെറ്റ്. അതപ്പൊ നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ വീട്ടുകാരെ വേണം പറയാൻ. അപ്പൊ ഞാനൊന്നും ഇടപെടുന്നില്ല. നിങ്ങളെല്ലാം നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
Japanese like an